മസലഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അതൊരു വേറിട്ടൊരു അനുഭവം തന്നെയാണ്. പക്ഷേ ആ യാത്രയിൽ എനിക്ക് പറ്റിയൊരു ചെറിയൊരു പിഴവ് അതെൻ്റെ ജീവിതം തന്നെ. വർഷങ്ങൾക്ക് മുമ്പ് കോരിച്ചൊരിയുന്ന മഴയിൽ നിബിഡ വനത്തെ കീറിമുറിച്ചു കൊണ്ടുപോകുന്ന പാതയിലൂടെ ഒരു കാർ അതിവേഗത്തിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോറിൻ്റെ ഗ്ലാസിൽ പറ്റിക്കിടക്കുന്ന മഴത്തുള്ളികൾ തൻ്റെ വലത് കരം കൊണ്ട് ഒപ്പിയെടുത്ത് തൻ്റെ കവളിൽ വച്ച് അതിൻ്റെ തണുപ്പ് ആസ്വദിക്കുകയാണ് അമ്മു. മുൻനിരയിൽ കാർ ഓട്ടിച്ചുകൊണ്ട് പ്രതാപനും തൊട്ടടുത്ത സീറ്റിൽ ശ്രീദേവിയും ഇരിപ്പുണ്ട്. ആബേരി രാഗത്തിൽ പെയ്യുന്ന മഴയുടെ താളം ആസ്വദിച്ച് ശ്രീദേവി പുറത്തെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രതാപൻ്റെ മുഖത്ത് ചെറിയ രീതിയിൽ വ്യസനത തളം കെട്ടി നിൽപ്പുണ്ട്. ശ്രീ, നമ്മുടെ വഴി തെറ്റിയോ എന്നൊരു സംശയം. നീ ആ മൊബൈൽ ഒന്നെടുത്ത് നോക്കി, ഇത് തന്നെയാണോ ഊട്ടിയിലേക്ക് പോകാനുള്ള വഴിയെന്ന്. നോ രക്ഷ മോനെ, ഫോണിന്റെ സിഗ്നൽ ഒരു വര പോലും കാണാനില്ല. ചിരിച്ചുകൊണ്ട് ശ്രീദേവി പറഞ്ഞു. ഇനി എന്തു ചെയ്യുമെന്ന ഭാവത്തിലായിരുന്ന പ്രതാപനെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മു. അമ്മുവിൻ്റെ വാക്കുകൾ പ്രതാപനിൽ ചെറിയ രീതിയിൽ ഉണർവേകി. അപ്പനും മോളും ഒരുമിച്ചല്ലോ, ഇനി ഈ പോക്ക് എവിടെ പോയി എത്തുമെന്തോ ആവോ എന്നും പറഞ്ഞ് ശ്രീദേവി ഉറക്കെ ചിരിച്ചു. അതിന് കൂട്ടായി പ്രതാപനും അമ്മുവും പങ്കുചേർന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. മുന്നിലെ പാതയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ വൃക്ഷം വീണുകിടക്കുന്നു. പ്രതാപൻ വേഗം തന്നെ വാഹനം പാതയുടെ ഓരത്തായി നിർത്തി. ശക്തമായ മഴ പെയ്തതിനാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇനി എന്ത് ചെയ്യും? ശ്രീദേവിയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതെ പ്രതാപൻ വേഗം തന്നെ വാഹനം തിരിച്ച് വന്ന വഴിയെ പിറകോട്ടേക്ക് പോയി. എന്നാൽ അവർ അവിടെ കണ്ട കാഴ്ച അതിലും ഭയാനകരമായിരുന്നു. അവർ നേരത്തെ കടന്നുപോയ പാലത്തിന് മീതെ പുഴ ശക്തമായി ഒഴുകുകയാണ്. ഒരിക്കലും ആ പാലം കടക്കാൻ സാധിക്കില്ല എന്ന് പ്രതാപന് ബോധ്യമായി. ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയ്ക്കപ്പെട്ട അവസ്ഥയായിരുന്നു അവർ ഇപ്പോൾ. സമയം പതിയെ അവിടെ ഭാഗം ചെറിയ രീതിയിൽ ഇരുട്ട് വ്യാപിക്കുവാനും ആരംഭിച്ചു. പ്രതാപ്, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഇടവഴി കണ്ടിരുന്നു. നമുക്ക് ആ വഴി ഒന്ന് പോയാലോ? ചിലപ്പോൾ ആ പാത ചെന്നെത്തുന്നത് നമുക്ക് പോകാനുള്ള സ്ഥലത്തിലാണെങ്കിലോ? ശ്രീദേവിയുടെ ചിന്ത ശരിയാകാമെന്ന ചിന്തയിൽ പ്രതാപൻ തലയാട്ടിക്കൊണ്ട് കാർ തിരിച്ച് ആ ഇടവഴി ലക്ഷ്യമാക്കി യാത്രയായി. വനത്തിൽ നിന്നും വന്യമൃഗങ്ങളുടെ അലർച്ചകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാമായിരുന്നു. അതാ ഇടവഴി, ശ്രീദേവി ചൂണ്ടിക്കാണിച്ചു. അതൊരു മൺപാതയായിരുന്നു. അതിൻ്റെ അടുത്തായി കാലപ്പഴക്കം വന്ന തടി ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്നത് പ്രതാപൻ വായിച്ചു. ചെമ്പ്ര 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 ചെമ്പ്ര. പെട്ടെന്നായിരുന്നു നായ്ക്കളുടെ ഓരിടലുകൾ അടുത്തുനിന്ന് എവിടുന്നോ കേൾക്കുവാൻ തുടങ്ങിയത്. ഇത് കേട്ട അമ്മു ചെറിയ രീതിയിൽ ഭയപ്പെട്ടു. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ പ്രതാപൻ കാർ മുന്നോട്ടേക്കെടുത്തു. ചുറ്റും കുറ്റാക്കൂരിട്ട് മാത്രം. പെട്ടെന്നായിരുന്നു മനം മടുപ്പിക്കുന്ന അഴുകിയ മാംസത്തിലെ ദുർഗന്ധം ആ വാഹനത്തിനുള്ളിൽ കടക്കുവാൻ തുടങ്ങിയത്. ആ ദുർഗന്ധത്തിൻ്റെ ഫലമായി ശ്രീദേവിക്ക് തല ചുറ്റുവാനും അതിനോടൊപ്പം ഓക്കാനിക്കുവാനും വന്നു. പ്രതാപൻ വേഗം തന്നെ വണ്ടി നിർത്തി. ശ്രീദേവി വേഗം ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി കുറച്ചു ദൂരെ മാറി ഛർദ്ദിക്കുവാനും തുടങ്ങി. വാഹനത്തിനുള്ളിൽ അമ്മു മാത്രമാണുള്ളതിനാൽ പ്രതാപൻ പുറത്തിറങ്ങിയില്ല. അല്പസമയത്തിനകം തന്നെ വാഹനത്തിനുള്ളിൽ തങ്ങി നിന്ന ദുർഗന്ധം വിട്ടുമാറി. അമ്മു അപ്പോഴും ഒന്നും ശ്രദ്ധിക്കാതെ കയ്യിലുണ്ടായിരുന്ന മൊബൈലിൽ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീദേവി പുറത്തിറങ്ങിയിട്ട് കുറച്ചു നേരമായെന്ന ചിന്തയിൽ പ്രതാപനും വാഹനത്തിന് പുറത്തിറങ്ങി. കയ്യിലെ മൊബൈൽ വെളിച്ചത്തിൽ അവിടമെല്ലാം തെരഞ്ഞു.
പക്ഷേ ശ്രീദേവിയെ അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. പ്രതാപന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഭയം ഇരച്ചു കയറുവാൻ തുടങ്ങി. കാർ ലോക്ക് ചെയ്ത ശേഷം പ്രതാപൻ പിന്നിലോട്ടേക്ക് നീങ്ങി. ശ്രീ താൻ എവിടെയാ? എത്ര നേരമായി ഞാൻ ഇവിടെ നിൽക്കുന്നു? അയാൾ ഉറക്കെ വിളിച്ചു. പക്ഷേ ഒരു മറുപടിയും വന്നില്ല. തെക്കു നിന്നും ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അതിനോടൊപ്പം നിശാഗന്ധി പൂക്കളുടെ മത്തുപിടിപ്പിക്കുന്ന സുഗന്ധവും. എന്തു ചെയ്യണമെന്നറിയാതെ ഒരു ഭ്രാന്തനെ പോലെ അയാൾ അവിടെ എല്ലാം ഓടി നടന്നു. നിലത്ത് കശുവണ്ടിപ്പഴങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു പ്രതാപന്റെ നോട്ടം കാറിന്റെ അടുത്തേക്ക് പോയത്. കാറിൽ കത്തിക്കിടക്കുന്ന ഹസാർഡ് ലാമ്പിന്റെ വെട്ടത്തിൽ ശ്രീദേവി കാറിന്റെ അടുത്ത് നിൽക്കുകയാണ്. അയാൾ വേഗം അങ്ങോട്ടേക്ക് ഓടി. എടി പുല്ലേ, എത്ര നേരം നിന്നെ വിളിച്ചു, എവിടെ പോയി കിടക്കായിരുന്നു നീ? ഇതും പറഞ്ഞ് പ്രതാപൻ ശ്രീദേവിയെ തന്റെ നേർക്ക് തിരിച്ചു നിർത്തി. പക്ഷേ അവളുടെ മുഖഭാവം വളരെ വ്യത്യസ്തമായിരുന്നു. അവളുടെ കണ്ണുകളിൽ എന്തെന്നില്ലാത്തൊരു തീക്ഷ്ണത പ്രതാപന് കാണാൻ സാധിച്ചു. ഒരു ഭയപ്പെടുത്തുന്ന പുഞ്ചിരി അവളിലുണ്ടായി. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ പ്രതാപൻ കൂടുതലൊന്നും ചോദിക്കാതെ ശ്രീദേവിയെ കാറിൽ കയറ്റിയ ശേഷം അയാളും ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു. ശ്രീദേവി അപ്പോഴും തല താഴ്ത്തിയിരിക്കുകയാണ്. മുഖം കാർ കൂന്തലാൽ മറഞ്ഞിരിക്കുന്നു. കാർ പതിയെ മുന്നോട്ടേക്ക് നീങ്ങി. പുറത്തു നിന്നുള്ള തണുത്ത കാറ്റ് പ്രതാപനെ നിദ്രയിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരുന്നു. യാത്രയിലെപ്പോഴും പ്രതാപന്റെ കണ്ണുകളടഞ്ഞു. വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റി അടുത്തുള്ളൊരു പുഴയിലേക്ക് വീഴുവാൻ തുടങ്ങിയതും പെട്ടെന്നായിരുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ ശ്രീദേവി വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വേഗം ഇടതോട്ടേക്ക് തിരിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു പടുകൂറ്റൻ പാലമരത്തിൽ വന്നിടിക്കുകയും ചെയ്തു. അല്പസമയം എല്ലാം നിശ്ചലമായിരുന്നു. അപ്പോഴേക്കും കാറിന്റെ ബോണറ്റിൽ നിന്നും പുക ഉയരുവാൻ തുടങ്ങി. ആ നേരത്തായിരുന്നു അവർ മറ്റൊരു കാഴ്ച കണ്ടത്. കുറച്ചകലെയായി ഒരു വെളിച്ചം. അതിൻ്റെ ചുറ്റുപാടും 4-5 വീടുകളും കാണാം. തങ്ങൾ ഇപ്പോൾ ഏതോ ഒരു ഗ്രാമത്തിനടുത്താണ് വന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ശ്രീദേവി കാറിൽ നിന്നും പുറത്തിറങ്ങി. പുറത്ത് നല്ല കോച്ചി പിടിക്കുന്ന തണുപ്പായിരുന്നു. പ്രതാപൻ അമ്മുവിനെയും എടുത്ത് പുറത്തിറങ്ങി. എന്തു ചെയ്യണമെന്നറിയാതെ അവർ ഇരുവരും കുറച്ചു സമയം അവിടെ തന്നെ നിന്നു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, താൻ വാ, നമുക്ക് ആ വെളിച്ചം കണ്ട ഇടത്തേക്ക് പോകാം എന്നും പറഞ്ഞ് പ്രതാപൻ ശ്രീദേവിയെ ശ്രദ്ധിക്കാതെ അമ്മുവിനെയും കൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. അവളിൽ ചില മാറ്റങ്ങൾ വരുന്നതായി പ്രതാപൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അയാൾ അതിനെ വലിയ കാര്യമായി എടുത്തില്ല. പെട്ടെന്നായിരുന്നു മാനത്ത് ഇടിനാദം മുഴങ്ങിയത്. അതിനോടൊപ്പം മിന്നലും പലയിടങ്ങളിലും പതിക്കുവാനും തുടങ്ങി. കിഴക്ക് നിന്നും ശക്തമായ മഴയുടെ ഇരപ്പ് അവർ കേട്ടു. അവരിരുവരുടെയും നടത്തം ഓട്ടത്തിലേക്ക് വഴിമാറി. നായ്ക്കൾ അപ്പോഴും ശക്തമായി ഓരിയിടുന്നുണ്ടായിരുന്നു. വീശിയടിക്കുന്ന കാറ്റിൻ്റെ വേഗത കൂടി. അവിടെ ഉണ്ടായിരുന്ന പല വൃക്ഷങ്ങളും കടപുഴകി വീണു. മൊത്തത്തിൽ ഒരു ഭീകര അന്തരീക്ഷം തന്നെ അവിടെ രൂപം കൊണ്ടു. കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ പ്രതാപനും ശ്രീദേവിയും ആ റാന്തൽ കത്തിച്ചിരുന്ന ഓലമേഞ്ഞ കുടിലിൻ്റെ അടുത്ത് എത്തിയിരുന്നു. അപ്പോൾ മാത്രമാണ് അവരത് ശ്രദ്ധിച്ചത്. ആ കുടിലിന് വാതിൽ ഇല്ലായിരുന്നു. പ്രതാപൻ മെല്ലെ ആ കുടിലിൻ്റെ ഉള്ളിലേക്ക് പോയി. പക്ഷേ ശ്രീദേവി അവിടെ മടിച്ചു നിൽക്കുകയാണ്. പെട്ടെന്നായിരുന്നു തൊട്ടടുത്തൊരു മിന്നൽ വന്ന് പതിച്ചത്. ആ മിന്നൽ വെളിച്ചത്തിൽ ശ്രീദേവി വളരെ വ്യക്തമായി കണ്ടു. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീരൂപം. ആ രൂപം തൻ്റെ അടുത്ത് വരുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. പേടിച്ചരണ്ടുപോയ ശ്രീദേവി വേഗം ആ കുടിലിൻ്റെ അകത്തേക്ക് ഓടി. അപ്പോഴതാ അവിടെ ഒരു മുത്തശ്ശിയിരിക്കുന്നു. തൊട്ടടുത്തായി പ്രതാപനും അമ്മുവും. ഇത് അമ്മ പറയുമ്പോൾ ആ വൃദ്ധയായ സ്ത്രീ പല്ലില്ലാത്ത ആ മോണ കാട്ടി ചിരിക്കുകയാണ്.
മോളെ, എന്താ പേടിച്ചു നിൽക്കണത്? ഇവിടെ വാ, ഇവിടെ വന്നിരിക്കെ. പുറത്ത് നല്ല മഴയാ, നേരം വെളുത്തിട്ട് പോവാം. ഇതും പറഞ്ഞ് വീണ്ടും ആ മുത്തശ്ശി ചിരിച്ചു. ഇവിടെ വന്നിരിക്കെ എന്ന പ്രതാപനും ആംഗ്യം കാണിച്ചു. ഇത് കണ്ട ശ്രീദേവിയും അവിടെ വന്നിരുന്നു. പക്ഷേ അവളുടെ നോട്ടം വാതിലിൻ്റെ പുറത്തേക്കായിരുന്നു. ഒരു വിചിത്ര സ്ഥലം തന്നെ ഇവിടം. വെട്ടവുമില്ല, വെളിച്ചവുമില്ല, നല്ല പാതയില്ല. ഇവിടെ എങ്ങനെ ആളുകൾ കഴിയുന്നത്? ആരോടൊന്നില്ലാതെ സ്വയം പ്രതാപൻ പറഞ്ഞു. ഇതു കേട്ടെന്ന രീതിയിൽ ആ മുത്തശ്ശി പറഞ്ഞു തുടങ്ങി. മോൻ കരുതുന്ന പോലല്ലായിരുന്നു ഈ പ്രദേശം. നാഗക്കാവിനും നാഗപ്പാട്ടിനും പേരുകേട്ട പ്രദേശം. കൃഷിയും കച്ചവടവുമായിരുന്നു ഇവിടത്തെ പ്രധാന തൊഴിൽ. സകല ഐശ്വര്യത്തോടും ജീവിച്ചു പോരുന്ന നാടും മനുഷ്യരും. അതായിരുന്നു ചമ്ര. പക്ഷെ ആരുടെയോ ശാപം ഈ മണ്ണിൽ വന്നു പതിച്ചു. അതായിരുന്നു ഈ നാട്ടിന്റെ നാശത്തിലേക്ക് നയിച്ചത്. ഭാവയ്ക്ക് കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടോ? അമ്മുവിൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് ആ വയസ്സായ സ്ത്രീ ചോദിച്ചു. അതേ എന്ന രീതിയിൽ അമ്മു തലയാട്ടി. പുറത്ത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് പണ്ട് സമ്മൃദ്ധി കളിയാടിയ ചമ്പ്രദേശം. ദൈവത്തിന്റെ കടാക്ഷത്താൽ ദാരിദ്ര്യം തൊട്ടു തീണ്ടാത്ത നാട്. എങ്ങും സന്തോഷം മാത്രം. അന്നിവിടത്തെ നാടുവാഴിയായിരുന്നു തെക്കേ മനയിലെ ദേവനാരായണൻ. വളരെ നല്ലൊരു മനുഷ്യൻ. ആ ഇടയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ വേളി നടന്നത്. ആ തമ്പൂരാട്ടിയുടെ പേര് നന്ദിനി. ഏതു ദേശക്കാരിയാണെന്നോ ഏത് മനയിൽ നിന്നാണെന്നോ ആർക്കും അറിയില്ല. തമ്പുരാൻ പ്രണയിച്ചാണ് വേളി കഴിച്ചതെന്ന് വൈപ്പ്. പക്ഷേ തറവാട്ടിലെ അച്ഛൻ തമ്പുരാന് ഈ വേളിയെ എതിർത്തു. അവളിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ടെന്നാണ് അച്ഛൻ തിരുമേനിയുടെ വൈപ്പ്. പക്ഷേ അതൊന്നും ദേവനാരായണൻ കൈക്കൊണ്ടില്ല. കാലങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു നാൾ മനയിൽ അച്ഛൻ തമ്പുരാൻ മരണപ്പെട്ടത്. എന്നാൽ അതൊരു വെറുമൊരു മരണമല്ലായിരുന്നു, ദുർമരണമായിരുന്നു. പിന്നീട് അങ്ങോട്ട് മനയിൽ ദുർമരണങ്ങളുടെ പിന്തുടർച്ച തന്നെയായിരുന്നു. ആദ്യം തൊഴുത്തിലെ പശുക്കൾ നിന്ന് തുടങ്ങി മനയിലെ ഓപ്പോളായിരുന്നു അവസാനത്തേത്. ഇപ്പോൾ ആ മനയിൽ ദേവനാരായണനും ഭാര്യ നന്ദിനിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ മനയുടെ പ്രൗഢി പതിയെ പതിയെ ക്ഷയിച്ചു തുടങ്ങി. എന്നാൽ ആ മൗഢ്യം ആ ദേശത്തെയും കവർന്നിരുന്നു. മാറാ രോഗങ്ങൾ ചെമ്പ്രദേശത്തെ ആളുകളിൽ പിടിപെടുവാൻ തുടങ്ങി. പലരും മരണപ്പെട്ടു. സ്ത്രീകൾ മച്ചികളായി. അപ്പോഴായിരുന്നു അമ്മ കഥ പറഞ്ഞുകൊണ്ടിരുന്ന മുത്തശ്ശിയെ തടഞ്ഞുകൊണ്ട്, ബാല്യം കളിയാടിയ അമ്മുവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ വയസ്സായ സ്ത്രീ പറഞ്ഞു. അന്നത്തെ കാലത്ത് പ്രസവിക്കാൻ കഴിയാത്ത സ്ത്രീകളെ മച്ചികളെന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെയുള്ള സ്ത്രീകളെ ആ കാലത്ത് ഒരു മനുഷ്യ എന്ന് പോലും പരിഗണന പോലും കൊടുക്കില്ല. അമ്മു ചോദിച്ചു. അങ്ങനെ ചെമ്പ്രദേശം ഒരു നരകതുല്യമായി മാറി. ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ ജനങ്ങൾ വലഞ്ഞു. അപ്പോഴായിരുന്നു മറ്റൊരു പ്രശ്നം കൂടി ഉടലെടുത്തത്. ആ ദേശത്ത് ജീവിച്ചിരുന്ന കൊച്ചു കുട്ടികൾ ഓരോ ദിവസത്തോറും കാണാതാവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു അമാവാസി രാത്രി ചാത്തനും തുമ്പിയും കുളിക്കടവിൽ നിന്നും കുളി കഴിഞ്ഞ് തങ്ങളുടെ കൂരയിലേക്ക് പോവുകയായിരുന്നു.
അപ്പോഴായിരുന്നു അവർ മറ്റൊരു കാഴ്ച കണ്ടത്. ഒരു സ്ത്രീ രൂപം പന്തവും കത്തിച്ച് ഒരു കൊച്ചുകുട്ടിയും പിടിച്ചു വലിച്ചുകൊണ്ട് പനക്കാട്ടിലേക്ക് പോകുന്നത്. ഇത് കണ്ട് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ ചാത്തനും തുമ്പിയും വേഗം അവരെ പിന്തുടർന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ സ്ത്രീ വനത്തിൻ്റെ നടുക്കായി ദുർമന്ത്രവാദ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലത്ത് വന്നു നിന്നു. തൊട്ടടുത്ത് ഒരു ബലിക്കല്ലും സ്ഥാപിച്ചിരുന്നു. ആകാശത്ത് വാവലുകൾ കൂട്ടം കൂട്ടമായി പാറിപ്പറക്കുവാൻ തുടങ്ങി. അപ്പോൾ മാത്രമാണ് ചാത്തനും തുമ്പിയും ആ സ്ത്രീയെ ശ്രദ്ധിച്ചത്. അവിടെ കത്തിച്ചു വച്ചിരുന്ന പന്തങ്ങളിലെ പ്രകാശത്തിൽ അവർ വളരെ വ്യക്തമായി കണ്ടു. അത് തെക്കേ മനയിലെ നന്ദിനി തമ്പുരാട്ടിയായിരുന്നു. ഇത് കണ്ട് തുമ്പി നടുങ്ങി. ശക്തമായി കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ചാത്തൻ വേഗം തുമ്പിയോട് ദേശവാസികളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ പറഞ്ഞയച്ചു. തുമ്പി വേഗം പനങ്കാട് വഴി ചെമ്പ്രദേശം ലക്ഷ്യമാക്കി ഓടി. ചാത്തൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ വേഗം തന്നെ നന്ദിനിയുടെ മുന്നിൽ ചാടി വീണു. ആ ചാത്ത, നീ എവിടെയായിരുന്നു? ഇത് നമ്മുടെ നാണിയുടെ കുഞ്ഞാണ്. ദേഹം മുഴുവൻ വലിയ മുഴകൾ വന്ന് അതിൽ നിന്ന് രക്തം പൊട്ടിയൊലിക്കുകയാണ്. പാവം, നല്ല വേദനയുണ്ട് അവന്. ഇത് കേട്ട ചാത്തന്റെ മുഖത്ത് ഒരു പൈശാചികമായ ചിരി വിടർന്നു. അതിന് ഞാൻ എന്ത് വേണം? ഇത് കേട്ട നന്ദിനി തമ്പുരാട്ടി, എന്താ ചാത്ത നീ ഇങ്ങനെ പറയുന്നത്? ഈ പാവം കുഞ്ഞിന്റെ അസുഖം നിനക്ക് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ഈ അസമയത്ത് കുട്ടിയെ കൊണ്ടുവന്നത്? തമ്പുരാട്ടി എന്ത് വിചാരിച്ചു? തമ്പുരാട്ടി ഞാൻ ഇവിടെ വരുത്തിച്ചത് ഈ കൊച്ചിന്റെ അസുഖം മാറ്റാനാണെന്നോ? എന്ന് തെറ്റി. ഈ അമാവാസി രാത്രി നിങ്ങളുടെ അവസാന രാത്രിയാ. ചാത്ത, നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്പം പേടിയാർന്ന സ്വരത്തിൽ നന്ദിനി ചോദിച്ചു. ഓർമ്മയില്ലേ, അന്ന് ഞാൻ നിലവറയിൽ നിന്ന് ഒരു പിടി അരി എടുക്കുവാൻ ശ്രമിച്ചതിന് ആ ദേവനാരായണൻ എന്നെ ദേശക്കാരുടെ മുന്നിൽ വെച്ച് പൊതിരെ തല്ലി. ഇത് കണ്ടു നിൽക്കാനാവാതെ എന്റെ പൊന്നമ്മ ചങ്കു പൊട്ടിയ മരിച്ചത്. അന്ന് ഞാൻ തീരുമാനിച്ചു, തെക്കേ മനയെ മുച്ചോടെ മുടിപ്പിക്കുമെന്ന്. അങ്ങനെ ഞാൻ ഓരോരുത്തരെയും വകവരുത്തുവാൻ തുടങ്ങി. ആദ്യം അപ്പൻ തിരുമേനി, പിന്നെ ഓപ്പോട്, അവസാനം ഇതാ നീയും. നിന്നിലൂടെ തെക്കേ മനയെ ഞാൻ മുച്ചോട് മുടിപ്പിക്കും. അതിനു വേണ്ടിയായിരുന്നു ഈ ദേശത്തെ കുട്ടികളെ ഞാൻ കൊന്നത്. ഇപ്പോൾ ഇതാ അതിനെല്ലാം കാരണക്കാരി നീയാണെന്ന് ഞാൻ വരുത്തി തീർത്തു. കുറച്ച് സമയത്തിനകം തന്നെ നാട്ടുകാരിവിടെ എത്തും, നിന്നെ കൊല്ലും. അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. ഇതും പറഞ്ഞ് ചാത്തൻ തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന മൂർച്ചയേറിയ പിശാങ്കത്തി കൊണ്ട് നന്ദിനി തമ്പുരാട്ടി കൂട്ടിക്കൊണ്ടുവന്ന ആ കുഞ്ഞിൻ്റെ കഴുത്ത് മുറിച്ചു. രക്തം പുറത്ത് ചീറ്റിത്തെറിച്ചു. ആ കുഞ്ഞ് അവിടെ തന്നെ കിടന്ന് പിടഞ്ഞു മരിച്ചു. ഇത് കണ്ട നന്ദിനി സ്തംഭിച്ചു നിൽക്കുകയാണ്. എന്നാൽ ചാത്തൻ അടുത്ത കരുക്കൾ നീക്കി. തൻ്റെ മേലെ പിശാങ്കത്തി കൊണ്ട് മുറിവുകൾ ഉണ്ടാക്കി. അതിനുശേഷം ആ കത്തി ദൂരേക്ക് വലിച്ചെറിഞ്ഞ് എന്നിട്ട് നിലവിളിക്കുവാനും തുടങ്ങി. ചാത്തൻ്റെ നിലവിളി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്ന ചെമ്പ്രദേശക്കാർ കേട്ടു. അവർ വേഗം അവിടെ എത്തി. അവിടെ ദേശക്കാർ കണ്ട കാഴ്ച, നിലത്ത് മരിച്ചു കിടക്കുന്ന കുട്ടിയും തൊട്ടടുത്ത് രക്തം വാർന്നൊലിച്ചു കിടക്കുന്ന ചാത്തനെയും കുറച്ചകലെ സ്തംഭിച്ചു നിൽക്കുന്ന നന്ദിനി തമ്പുരാട്ടിയുമാണ്. പെട്ടെന്ന് കൂട്ടത്തിൽ നിന്നും തുമ്പി വിളിച്ചു പറഞ്ഞു, അവളാ നമ്മുടെ കുട്ടികളെ കൊല്ലുന്നത്. ദുർമന്ത്രവാദങ്ങൾ ചെയ്ത് നമ്മുടെ നാടിനെ നശിപ്പിച്ചത് അവളെ വെറുതെ വിട്ടൂടാ. അവരെ കൊല്ലിൻ. ഇത് കേൾക്കേണ്ട താമസം അവിടെ ഉണ്ടായിരുന്നവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തീപ്പന്തങ്ങൾ നന്ദിനിക്ക് നേരെ വലിച്ചെറിയുകയും അതിൻ്റെ ഫലമായി അവളുടെ വസ്ത്രങ്ങളിൽ തീ പടർന്നു പിടിക്കുകയും ചെയ്തു. വേദനയാൽ നന്ദിനി നിലവിളിച്ചു, എന്നെ രക്ഷിക്കണേ, ഞാനല്ല, എന്റെ വയറ്റിൽ ഒരു ജീവനുണ്ട്, എന്നെ രക്ഷിക്കണേ. പക്ഷേ ആരും അത് ചെവികൊണ്ടില്ല. ഇതെല്ലാം കണ്ട് ആരാരും കാണാതെ ചാത്തൻ
ആ ശരീരത്തിൽ നിന്നും അവസാന വായു പുറത്തുപോയി. എല്ലാം അവസാനിച്ചു. ഈ വിവരമറിഞ്ഞ ദേവനാരായണനും അടുത്ത നിമിഷം ആത്മഹത്യ ചെയ്തു. അങ്ങനെ തെക്കേമന മുച്ചോട് മുടിഞ്ഞു. ഇതെല്ലാം കണ്ട് ചാത്തൻ വളരെയേറെ സന്തോഷിച്ചു. പക്ഷേ ആ സന്തോഷത്തിന് അധിക ആയുസ്സുണ്ടായിരുന്നില്ല. നന്ദിനിയുടെ ദുരാത്മാവ് അയാളെ വകവരുത്തി. പിന്നീട് അങ്ങോട്ട് ദുർമരണങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. ഭയം മൂലം പലരും ഈ ദേശം വിട്ടു. എന്നാൽ അവരെയെല്ലാം മരണം പിന്തുടർന്നു. അങ്ങനെ ഈ ദേശത്തിന് പിശാചിനിക്കടവെന്ന് പേരും കിട്ടി. പല മന്ത്രവാദികളും ഇവിടെ വന്നു അവളെ തളയ്ക്കുവാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. നിരഗർഭിണിയായി ദുർമരണപ്പെട്ട നന്ദിനിയുടെ ദുരാത്മാവ് വളരെ ശക്തിശാലിയായിരുന്നു. അവസാനം കരിമന നമ്പൂതിരി വന്ന് മഹാഹോമങ്ങൾ ചെയ്ത് അവളെ തളച്ചു. അങ്ങനെ ഈ നാട് രക്ഷപ്പെട്ടു. പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം ആരോ ആ പിശാചിനിയെ വീണ്ടും മോചിപ്പിച്ചു. അതിനെ തുടർന്ന് വീണ്ടും ദുർമരണങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. കൊച്ചെന്നോ വലുതെന്നോ ഇല്ലാതെ, പെണ്ണെന്നോ ആണെന്നോ ഇല്ലാതെ അവൾ എല്ലാവരെയും കൊന്നു. ഇപ്പോൾ ഈ പിശാചിനി കടവ് ഒരു ശ്മശാന ഭൂമിയായി മാറിയിരിക്കുന്നു. ഇവിടെ ആരും ജീവനോടെ ഇല്ല. ഇത് കേട്ട പ്രതാപൻ ഒന്ന് ചിരിച്ചു. കൊള്ളാമല്ല മുത്തശ്ശി കഥ. എന്നാൽ ഇതിൽ വല്ല സത്യമുണ്ടോ? പ്രതാപൻ പരിഹാസ രൂപ ചോദിച്ചു. എന്താ കുഞ്ഞേ അങ്ങനെ ചോദിക്കാൻ കാരണം? വയസ്സായ സ്ത്രീ ചോദിച്ചു. വേറൊന്നുമല്ല, എല്ലാവരും മരണപ്പെട്ടെങ്കിൽ മുത്തശ്ശി ഇവിടെ എങ്ങനെ ജീവനോടെ ഉള്ളത്? മുത്തശ്ശിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ. ഇത് കേട്ട് മുത്തശ്ശി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ എന്തോ അസ്വാഭാവികതയുണ്ടെന്ന് അവർക്ക് തോന്നി. അടുത്ത നിമിഷം അമ്മു ചാടി എഴുന്നേറ്റ് വൃദ്ധയുടെ കഴുത്തിനെ കടിച്ചെടുത്തു. ഒന്ന് നിലവിളിക്കുവാൻ പോലും ആവാതെ തൽക്ഷണം ആ വയസ്സായ സ്ത്രീ നിലത്തു വീണ് മരിച്ചു. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പ്രതാപനും ശ്രീദേവിയും സ്തംഭിച്ചു നിന്നുപോയി. എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് എനിക്കറിയില്ല. ഇതോടെ അതിന് തീരുമാനമായല്ലോ. ഇതും പറഞ്ഞ അമ്മു പ്രതാപന്റെയും ശ്രീദേവിയുടെയും നേർക്ക് തിരിഞ്ഞു. മോളെ നിനക്ക് എന്തു പറ്റി? ഇത് ഞങ്ങളാ നിന്റെ അച്ഛനും അമ്മയും. അതിനെ പൈശാചികമായ ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് അമ്മു ഇതും പറഞ്ഞ് അമ്മു പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി. അതിനുശേഷം മെല്ലെ അവർക്ക് നേരെ നീങ്ങി. പ്രതാപന്റെയും ശ്രീദേവിയുടെ നിലവിളികൾ അവിടെ ഉയർന്നു. പതിയെ അവിടെ മാർഗം വെള്ളം കയറുവാൻ ആരംഭിച്ചു. വെള്ളത്തിൻ്റെ കുത്തൊലിപ്പിൽ പല വൃക്ഷങ്ങളും കൂരകളും മറ്റു അനുബന്ധ വസ്തുക്കളും ഒലിച്ചുപോയി. ഇന്ന് പിശാചിനിക്കടവ് വെറുമൊരു തരിശു ഭൂമിയാണ്. അവിടെ ഒരു കൂട്ടം ആത്മാക്കളുടെ കരച്ചിലുകൾ കേൾക്കാം. ശാന്തി കിട്ടാതെ അവിടെ അലയുന്ന 1000 ആത്മാക്കളുണ്ട്. സൂക്ഷിക്കുക. അവ നിങ്ങളുടെ വരവിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്.